ഫോറസ്റ്റ് 6 മാർഗനിർദ്ദേശങ്ങൾ 2020 ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ മാരുതി സുസുക്കിയുടെ ഡീസൽ മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിട പറയാൻ സാധ്യതയേറി. നിലവിലെ ഡീസൽ എഞ്ചിനുകളെല്ലാം ഫോറസ്റ്റ് 6 മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പരിഷ്കരിക്കുകയാണെങ്കിൽ ചിലവ് കൂടാനിടയുണ്ട്. ഗവൺമെന്റിനും മറ്റ് പരിസ്ഥിതി പ്രവർത്തകർക്കും മലിനീകരണ തോത് കൂടുതലുള്ള ഡീസൽ എഞ്ചിൻ വാഹനങ്ങളോട് താൽപര്യമില്ലതാനും. ഈ സാഹചര്യത്തിലാണ് മാരുതി തങ്ങളുടെ ഡീസൽ കാറുകൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കമ്പനി ഒന്ന് ചുവട് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡീസൽ കാറുകൾ നിർത്തുന്നതിനു പുറമെ CNGയിലേക്ക് ഇവ മാറ്റാനുള്ള പുറപ്പാടിലാണ്. ഇത്തരത്തിലൊരു മാറ്റം BS6 നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യാമെങ്കിലും ചില എഞ്ചിനുകൾ CNGയിലേക്ക് മാറ്റണമെങ്കിൽ കുറച്ചധികം മെനക്കെടേണ്ടി വരും മാരുതിക്ക്. ഇതിനു പുറമെ CAFE കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി നിയമവും 2022 ഏപ്രിലോടെ നിലവിൽ വരും. CAFE നിയമപ്രകാരം കൂടുതൽ ഇന്ധനശേഷിയും കുറഞ്ഞ മലിനീകരണ തോതും വാഹനത്തിൽ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധമാണ്. ഈ നിർദ്ദേശങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഡീസൽ വാഹനങ്ങൾ നിർത്തുകയാണ് ലാഭകരമെന്ന തീരുമാനത്തിൽ കമ്പനി എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് മാതൃസ്ഥാപനമായ സുസുക്കിയുമായി ഇതിനോടകം തന്നെ മാരുതി ചർച്ച നടത്തിക്കഴിഞ്ഞു. വിപണിയിൽ ഡീസൽ വാഹനങ്ങളെക്കാളും വിൽപ്പനയുള്ളത് പെട്രോൾ വാഹനങ്ങൾക്കാണെന്ന് കണക്കുകൾ പറയുന്നത്. എന്നാൽ SUVകളും ആഡംബര കാറുകളും വാങ്ങുന്നവർ തിരഞ്ഞെടുക്കുന്നത് ഡീസൽ വകഭേദങ്ങളാണ്. താരതമ്യേന ചെലവ് കുറഞ്ഞ മെയിന്റനൻസ് ആണ് ഇതിന് കാരണം. എന്നാൽ ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ മാരുതി എടുത്തിട്ടില്ല. നിലവിൽ കമ്പനിയുടെ മിക്ക മോഡലുകളിലും ഉപയോഗിക്കുന്നത് 1.3 ലിറ്റർ DDI ഡീസൽ എഞ്ചിനാണ്. എന്നാൽ ഇതാകട്ടെ BS6 നിർദ്ദേശങ്ങൾ പാലിക്കാത്തതാണ്. പുതിയ മലിനീകരണ നിയന്ത്രണ നിയമം വരുന്നതോടെ ഈ എഞ്ചിൻ ഉപേക്ഷിക്കാൻ കമ്പനി നിർബന്ധരാവും. 2022ഓടെ 2 ലക്ഷത്തിൽ പരം CNG വാഹനങ്ങൾ വിൽക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. പല പെട്രോൾ എഞ്ചിനുകളും പരിഷ്കരിച്ചാണ് നിലവിലെ CNG എഞ്ചിനുകൾ നിർമ്മിക്കുന്നത്. അടുത്തിടെ വന്ന റിപ്പോർട്ട് പ്രകാരം 5 ലക്ഷത്തിൽ പരം വിൽപ്പന എന്ന നാഴികക്കല്ലാണ് മാരുതിയുടെ CNG മോഡലുകൾ നേടിയത്. ഇലക്ട്രിക് കാറുകൾ പതിയെ വിപണി സ്വന്തമാക്കാൻ തുടങ്ങുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കൾ എല്ലാം തന്നെ ഇലക്ട്രിക് കാർ വിപണി ലക്ഷ്യം വെച്ച് നീങ്ങിക്കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്ത എത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ്. 2 വർഷത്തിനുള്ളിൽ 200 മുതൽ 250 കിലോമീറ്റർ ദൂരം വരെ പിന്നിടുന്ന ഇലക്ട്രിക് കാറുകൾ വിപണിയിൽ എത്തിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കമ്പനിയുടെ കോമ്പാക്ട് സെഡാനായ ടാറ്റ ടിഗോറിന്റെ ഇലക്ട്രിക് മോഡൽ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ടിഗോർ ഇതുവരെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ല. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമല്ലാത്തതിനാൽ ഘട്ടം ഘട്ടമായി മാത്രമേ ടിഗോർ ഇലക്ട്രിക് കാർ വിപണിയിൽ എത്തിക്കുകയുള്ളൂ. ടിഗോറിനെ പോലെയുള്ള ഇടത്തരം ഇലക്ട്രിക് കാറുകൾ പിന്നിടാൻ കഴിയുന്ന പരമാവധി ദൂരം 140 മുതൽ 150 കിലോമീറ്റർ ആണ്. എന്നാൽ ഞങ്ങളുടെ ഭാവി പദ്ധതി എന്ന ഒറ്റ ചാർജിൽ 200 മുതൽ 250 കിലോമീറ്റർ വരെ പിന്നിടുന്ന ഇലക്ട്രിക് കാർ വിപണിയിൽ എത്തിക്കുക എന്നതാണ്. ഈ വർഷത്തെ ജനീവ മോട്ടോർ ഷോയിൽ ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് മൊബിലിറ്റി ബിസിനസ് വിഭാഗം പ്രസിഡന്റ് ശൈലേഷ് ചന്ദ്ര പറയുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗവൺമെന്റ് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഇത് രാജ്യത്തെ പ്രമുഖ ഓട്ടോമോട്ടീവ് കമ്പനികളെ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല രാജ്യത്തെ ഹൈവേകളിലും മറ്റ് പ്രധാന റോഡുകളിലും 25 കിലോമീറ്റർ പരിധിയിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനും ഗവൺമെന്റ് പദ്ധതിയുണ്ട്. ഇതുകൂടാതെ നികുതി ഇളവുകൾ, എളുപ്പത്തിൽ ലഭ്യമാവുന്ന ലോൺ വ്യവസ്ഥകൾ, ടോൾ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നീ സൗകര്യങ്ങളും ഇലക്ട്രിക് വാഹനങ്ങൾക്കുണ്ട്. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം സാധ്യമാവുന്നത് താരതമ്യേന പതിയായിരിക്കും. വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്നതിനനുസരിച്ച് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണവും ആനുപാതികമായി വർദ്ധിപ്പിക്കണം. ഇപ്പോഴിത് ശൈശവ ദിശയിലായതുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ വിൽക്കുന്നതായിരിക്കും ഉത്തമം.